ഹായ് സ്റ്റുഡൻസ്, SSLC ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ 2024-25 എൻ്റെ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ ശരിയായ പ്രസ്താവന സാഹിൽ നീം കെ പേട്. സാഹിൽ നീം കെ പേട് കി ഡാലി പക്കഡ്കർ ജൂം രഹാ താ. സാഹിൽ നീം കെ പേടാണ് ഊഞ്ഞാലാടിയിരുന്നത്. സാഹിൽ को क्यों अस्पताल ले जाया गया? സാഹിലിനെ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? സെൻറ്റൻസിൽ തന്നെ ഉണ്ട്, സാഹിൽ की पिंडली में चोट लग गई. चूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. साहिल की पिंडली में चोट लग गई. साहिल की उस दिन की डायरी लिखे. ഡയറി എഴുതുക. ആ ഡയറിയുടെ പോയിൻറ്റ്സ് ഇതിൽ നിന്ന് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം ഡേറ്റ് കൊടുക്കുക, ഇന്നലത്തെ ഡേറ്റ് കൊടുക്കുക, 11 സിതംബർ 2024 കൊടുക്കുക. ആജ് കാ ദിൻ അച്ഛാ നഹി മതി. ആജ് കാ ദിൻ അച്ഛാ നഹി. എന്നിട്ട് ആ സംഭവം സാഹിൽ എന്നുള്ള ആ ഭാഗത്ത് മേം എന്ന് വെച്ച് എഴുതിയാൽ, സാഹിൽ എന്നുള്ളിടത്ത് മേം വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഡയറി ആയി. അടുത്തത് ബാത്ചിത്ത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സാഹിൽ അവർ ബേല. സംഭാഷണം എഴുതുക, ബേല ചോദിക്കുകയാണ്. ആര് വേണേൽ ചോദിക്കാം, ഒന്നില്ലേ ബേല ആദ്യം ചോദിക്കാം, അല്ലെങ്കിൽ സാഹിൽ ആദ്യം ചോദിക്കാം. ക്യാ ഹോ ഗയാ ചോദിക്കാം. ബേല ക്യാ ഹോ ഗയാ, എന്താ പറ്റിയത്? അപ്പോൾ ഈ സംഭവം എടുത്ത് എഴുതാം. ഇതുണ്ടാവാനുള്ള നിംകെ പേട് में जू रहा था, निमके पेड़ की टाली पकड़कर झूम रहा था, स्टूल की एक कील लग गई. അല്ലെങ്കിൽ പിണ്ടലിമേൻ ചോട്ടിലേക്ക് എന്ന് പറഞ്ഞാലും മതി. അതുപോലെ തിരിച്ചും ചോദിക്കാം. തുംകോ ക്യാ ഹുവാ പറയാം. ചത്ത് സെ ഗിർ ഗയി സിർ പർ ചോട്ടിലേക്ക്. ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു സിമ്പിളായിട്ട് ഒരു ബാത്ചിത്ത്, സംഭാഷണം, കോൺവെർസേഷൻ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ആയം കലാം കെ ബഹാനയാണ്. मोरपाल स्कूल जाता है, मोरपाल स्कूल जाएगा. विद्यार्थी पुस्तक पढ़ता है, विद्यार्थी पुस्तक पढ़ेगा. पढ़ेगा എന്ന് എഴുതിയാൽ മതി. पढ़ेगा पेंसराई. मोरपाल स्कूल कैसे आता था, സൈക്കിൾ ചലാക്കർ आता था. ആ സൂചനയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സഹി പ്രസ്താവ് ചുൻകറിലേക്ക് ശരിയായത് എഴുതാം. ചാച്ചു മിഹിർക്ക് കംസോരി ഹെ, ഇത് ശരിയാണ്. അന്തമേ കലാംകോ അപ്നി മൻസിൽ മിൽത്തി ഹെ, അതും ശരിയാണ്. കലാം ഹിന്ദി ഭാഷൺ പ്രതിയോഗിതാമേ പ്രഥം പുരസ്കാർ. കലാമിനല്ല കിട്ടുന്നത്, രൺവിജയനെ കിട്ടുന്നത്. രൺവിജയ് ടാണിക്കെ റാണ ക ബേട്ട ഹെ, അതും കറക്റ്റാണ്. മോർപാൽ കി പടായി 8वीं में छूट जाता, അതും ശരിയാണ്. സ്കൂൾ കി ചുട്ടി ഹോനെ പർ മോർപാൽ ഖർ പർ നാച്ച, ഇല്ല, അത് ഡാൻസ് ചെയ്യുന്നത് മിഹിറാണ്, അതും റോങ് ആണ്. അപ്പോൾ 4 കറക്റ്റ് ആൻസർ ഉണ്ട്. ഇനി പത്ര. മോർപാൽ और मिहिर के बीच खाने की अदला बदली होती थी. यह अनुभव बताते हुए മോർപാൽ किसी दूसरे मित्र. മോർപാലും മിത്രനെ എഴുതുകയാണ്. ലെറ്റർ എഴുതുമ്പോൾ സ്ഥാൻ താരീഖൊക്കെ വയ്ക്കുക. സ്ഥാൻ താരീഖ്, സ്ഥലം എഴുതാം. സ്ഥാൻ താരീഖ് എന്ന് എഴുതാം. പ്രിയ മിത്ര തും കൈസെ ഹെ എന്നൊക്കെ എഴുതിയിട്ട് ആ സംഭവം എഴുതാം. മേം और मिहिर सहपाठी है, हम एक साथ बैठते थे, हम खाना बदली करते थे, अदली बदली करते थे. मिहिर का राजमा चावल मुझे दिया, मेरा चाच मोरपाल को दिया. പിന്നെ സബ്കോ പ്രണാം തുമാരാ മിത്ര മോർപാൽ നാം പത്ത എഴുതിയിട്ട് ലെറ്റർ അവസാനിപ്പിക്കാം. ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ എല്ലാവരും പഠിച്ചതാണല്ലോ. പിന്നെ ടൂട്ടാ പഹ്യ. വിശേഷണ ശബ്ദം ചോദിച്ചിട്ടുള്ളത് അഭിമന്യു പേരാണ്. വിശേഷണം എന്ന് വെച്ചാൽ നൗണല്ലല്ലോ, അഡ്ജക്റ്റീവാണ്. പഹ്യ നൗണാണ്. ദുരൂഹാണ്. ദുരൂഹ് ചക്രവ്യൂഹമേ മുന്നിൽ വരുന്നതാണ് അഡ്ജക്റ്റീവായിട്ട് വിശേഷണ ശബ്ദമായിട്ട് വരാം. രഘു നൗണാണ്, അപ്പോൾ ദുരൂഹാണ് വരാം. കവിതാമേ മേം കോൻ ഹേ. ടൂട്ടാ പഹ്യയാണ് ഇതിൽ മേം എന്ന് പറയുന്നത്.
कवि और कविता का പരിചയം देते हुए आशय टूटापയുടെ ആശയം എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. धर्मवीर भारती की कविता है. कवि कहते हैं कि टूटा पे कहते हैं उसे मत फेंकना, बेकार समझकर मत फेंकना. अब मेन्यू चक्रव्यूह में फंस गया, अक्षोणी सेना घेर लिया, अब मेन्यू निरायुध है എന്നുള്ള പോയിന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആശയമായിട്ട് അങ്ങോട്ട് എഴുതാം. പിന്നെ ലാസ്റ്റ് ആശയ महत्वपूर्ण है, ഭാഷ सुंदर है, संदेश अच्छा है. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 10th ക്വസ്റ്റ്യൻ. यहाँ बीरबहुटी के रंग की तुलना അത് റിബൺ കെ രംഗാണ്. റിബണുമായിട്ടാണ് ബീർബഹുട്ടി. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ പാഠത്തിൽ റിബൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാഹിൽ അവർ ബേല ക്യോം ദൂക്കാൻ കയ്യെ സ്യാഹിക്കലി മഷിക്ക് വേണ്ടിയിട്ടാണ്. ബച്ചെ ഗോച്ച്തേതേ, ബച്ചെ ബീർബഹുട്ടിയാൻ ഗോച്ച്തേതേ. പിന്നെ സ്കൂളി ബച്ച് എന്ന് എഴുതാം. സ്കൂളി ബച്ചെ ബീർബഹുട്ടിയാൻ ഗോച്ച്തേ എന്നത് അടുത്തതിൽ എഴുതാം. स्कूली बच्चे खेत में ബീർബഹുട്ടിയാം खोजते थे എന്ന് എഴുതാം. ഓക്കെ, അതാണ് വാക്യ പിരമിഡ്. പട്കഥ എഴുതാം. പട്കഥ എഴുതുമ്പോൾ ആദ്യം സീൻ 1 എഴുതണം. പിന്നെ സ്ഥാൻ സമയ പാത്രക്ക് എഴുതണം. പിന്നെ വേണമെങ്കിൽ ദൃശ്യം വേണമെങ്കിൽ എഴുതാം. പിന്നെ സംഭാഷണം എഴുതാം. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ബേല और സാഹിലിൻ്റെ ഇടയിലുള്ള സംഭാഷണം, അതിനുള്ള ഡയലോഗ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ അത് പട്കഥയായി. പിന്നെ അടുത്തത് ഹതാശാസേക്ക് വ്യക്തി ബൈറ്റ് ഗയാദ ടിപ്പണി വായിച്ചിട്ട് അതിനെഴുതാം. സഹി വികൽപ്പ് കോൺസാഹെ. ശരിയായിട്ടുള്ളത് വാഹ് പ്ലസ് കെ ഉസ്കെ ആണ്. ഇതാണ് കറക്റ്റ്. വാഹ് പ്ലസ് കെ ഉസ്കെ, ഇതാണ് കറക്റ്റായിട്ട് വരാം. പിന്നെ കവിക്ക് അനുസാർ കിസിക്കോ ജാനേക്ക അസ്ലി ആധാർ ക്യാ ഹെ, ഹതാശ ജാന ഹെ. അത് ഇതിൽ തന്നെ വായിച്ചാൽ കിട്ടും. ഹതാശ ജാന ഹെ, ഒരാളുടെ വിഷമറിയലാണ്. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കാം. व्यक्ति को उसके नाम पता आदि से जानना അത് രൂഢിഗ്രസ്ത ആധാർ ഹെ, പരമ്പരാഗതമായിട്ടുള്ളൊരു അടിസ്ഥാനമാണത്. ഒന്നാമത്തെ തവരട്ട 1 തവര. വിനോദ് കുമാർ ശുക്ല की ഭാഷ स्पष्ट और सरल है 2 തവര. सड़क पर घायल पड़े व्यक्ति मुसीबत में है 3 തവര. 2 मनुष्यों के बीच मनुष्यता का एहसास 4ാമത്തെ തവര. പിന്നെ സംഗീതങ്ങൾക്ക് സഹായതസെ പരോപകാർക്ക മഹത്വം, അത് കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. പരോപകാരത്തിൻ്റെ ഒരു ലഘുലേഖ എഴുതാം. അയം കലാം കെ ബഹാനെ ഫിലിമിലേക്ക് വായിക്കാം. കലാം കാ സപ്ന ക്യാ ഹെ, സ്കൂൾ ജാന, സ്കൂളിൽ പോകലാണ് കലാമിൻ്റെ സ്വപ്നം. അയം കലാം ഫിലിം കാ നിർദ്ദേശക്. മിഹിർ അല്ല, പലരും മിഹിറാണ് എഴുതുക. അതിവിടെ കൊടുത്തിട്ടുണ്ട്. നീൽ മാധവ് പാണ്ഡാക്കി, അതാണ് കേട്ടോ. നീൽ മാധവ് പാണ്ഡെയാണ് അതിൻ്റെ ഫിലിം ഡയറക്ടർ. നമ്മളുടെ ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ള ആളാണ് മിഹിർ. ചാപ്റ്ററിൻ്റെ, അതായത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ എഴുതിയ ആളാണ് മിഹിർ. അല്ലാതെ ആ സിനിമ ഡയറക്റ്റ് ചെയ്ത് മിഹിർ അല്ലല്ലോ. മിഹിർ കാണാൻ പോകാണല്ലോ ചെയ്തത്. പോസ്റ്റർ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊരു വെച്ചിട്ട് ബോക്സൊക്കെ വരച്ചൊരു നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് 19th ക്വസ്റ്റ്യൻസ്. ഇത്രയേ ഉള്ളൂ. ഹിന്ദി എക്സാം വളരെ ഈസി ആയിരുന്നു. ലാസ്റ്റ് 19th അല്ലേ? ഓക്കെ, അടിപൊളി എക്സാമാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.